വെൽക്കം ടു ബാംഗ്ലൂർ. ഇതാന്ന് തോന്നുന്നു ഫസ്റ്റ് ടൈം ആയിട്ടാണോ സ്ലീപ്പർ ബസ്സിൽ കയറുന്നത്? എങ്ങനെയുണ്ട്? എന്തൊക്കെയുണ്ട്? ട്രെയിനിൽ മാത്രമേ പോയിട്ടുള്ളൂ. നല്ല രസമല്ലേ? ബസ് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. എന്നിട്ട് നമ്മൾ 1 കിലോമീറ്റർ തിരിച്ച് നടന്ന് ഇവിടെ എത്തി. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഒരു പൊടി ഇഡലി, ഒരു പൊടി മസാല. Yes, but we are in a queue. ഇതാണോ നമ്മൾ സ്വപ്നം കണ്ട കബോൺ പാർക്ക്? എല്ലാം കത്തിപ്പോയല്ലോ. നമ്മൾ കേറിയതല്ലേ ഉള്ളൂ. ആൾക്കാർക്ക് ആ സൈഡിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. കുറച്ചുപേർ ഇതൊരു തിരിച്ചു വരുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ നമ്മളെല്ലാവരും ഒരു സ്ഥലത്ത് എത്തുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ കാലാവസ്ഥ ആയതുകൊണ്ട് ഇത് ഇലയൊക്കെ പൊഴിഞ്ഞ് ഇങ്ങനെ കിടക്കുമെന്ന് തോന്നുന്നു. അമേസിങ് ആയിരിക്കും. പക്ഷെ എന്നാലും കുറേ ആൾക്കാരുണ്ടല്ലേ. ഇത് പട്ടിയോ അവിടെ ഇരിക്കുന്ന കപ്പിൾസിൻ്റെ? മേ ബി നമ്മൾ സെറ്റിലായി. മറ്റേ സമ്മർ ആയതിൻ്റെ ഒരു സംഭവമുള്ളൂ. ഇലയൊക്കെ പൊഴിഞ്ഞ്. അമ്മോ, വാട്ട്സ് പ്ലാൻ ഫോർ ടുഡേ കബോൺ പാർക്ക്? നമ്മൾ ഇന്ന് ക്ലേ ആർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ രണ്ടുപേരും ചെയ്യുന്നത്. ഇതില് പൊട്ടയായിട്ട് ചെയ്യുന്നവര് ഇന്ന് ഉച്ചക്കത്തെ ബിരിയാണിയുടെ ബില്ല് കൊടുക്കും. അപ്പൊ ഉറപ്പായിട്ടും ഞാൻ കൊടുക്കേണ്ടി വരും. നീ ഒരു കലാകാരി. നോക്കാലോ. 2 ബോട്ടിലൊക്കെ ഉണ്ട്. 2 പേർക്കും വേണമല്ലോ. ഇതൊക്കെ ഉണ്ട്. എന്തോ സംഭവം ഒന്നും അറിയത്തില്ല. ഞാനാണെങ്കിൽ കുറച്ച് ഡിസൈൻസ് തപ്പിയെടുത്തിട്ട് അത് ചെയ്യാം. ഓക്കെ ഓക്കെ. ആവശ്യത്തിന് കളറുണ്ട്. ബ്ലാക്ക് മാത്രം മിസ്സിങ് ആണെന്ന് തോന്നല്ലോ. ഒക്കെ നമുക്ക് ബ്ലാക്ക് വേറെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാ ഉണ്ടാക്കാൻ പോണേ? ബീനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീ ആവോന്ന് അറിയത്തില്ല. ബി ആദ്യം നമ്മളെ നന്നായിട്ട് ഉരുട്ടണം. ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്ന എടി എന്ത് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഇത് നോക്ക്. അതാ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഇരുന്ന് കുഴക്കും. ബോഡിയാണോ ബീയുടെ? ബീ കുറച്ച് വണ്ണം വെച്ചിരിക്കുക. ജിമ്മി വിടണം ബീനെ. നല്ലതാ. ഓക്കെ, ബീ റെഡി ആയിട്ടുണ്ട്. ബീ ആണെന്നുള്ളത് എഴുതി വെക്കണം ഗൈസ്. എന്റെ ബീ കറക്റ്റ് ബീയാ. പിന്നെ കറുപ്പ് കളർ നമ്മുടെ പരങ്ങഞ്ഞി അടിച്ച് തടിച്ചത്. എന്റെ ബീ പക്ക ബീ. അതെ, ഈ ബീനെ ഇവിടെ നിന്ന് ചവിട്ടിയത്. എന്റെ ബീ അതിന് രാവിലെ അതൊക്കെ തലകറങ്ങി വീണ. അതിന് വയ്യ. തലയിൽ റിബണൊക്കെ വെച്ച്. ഓ, ഇതില് കുറച്ച് ക്യാരറ്റിന് ഷേപ്പുള്ള ഇതിനാ. അതെ, ക്യാരറ്റിന്റെ ഷേപ്പ്. എന്റെ ഇല കുറച്ച് കൂടി പോയി. അതെ, ഇലയും കൊണ്ട് വേണം തോരൻ വെക്കാൻ. ഓറഞ്ച് ഒക്കെ വെട്ടിക്കളയാം. എന്റെ ബോഡി കറക്റ്റാ. നിന്റെ ബോഡി പോയി. നിന്റെ പാണ്ടം ബോഡി ഇങ്ങോട്ട് നോക്കും. പിന്നെ ക്യാരറ്റിന്റെ പിന്നെ ഇലയാണോ വലുത്, പിന്നെ താഴത്തുള്ള ക്യാരറ്റ് ആണോ വലുത്? അല്ല, ഇല പോയി സമ്മതിച്ച്. അത് എന്റെ ഇച്ചിരി വളവിട്ട് വളർത്തിയ ക്യാരറ്റ്, അതുകൊണ്ടാണ്. അടുത്തേതാ നമ്മൾ ഉണ്ടാക്കുന്നേ? അത് നമ്മൾ കുറച്ച് ടഫ് സാധനമാണ്. എവിടെ? ഡക്ക്, താറാവ്. നമ്മുടെ ക്ലിയർട്ട് ആണ്. ഒരു കുട്ട വന്നിട്ടുണ്ട്. എന്നോട് ചോദിക്കുക പറയല്ലേ പണിക്ക് വെക്കുന്നു. പ്രണബി പോണടാ. ഇതെന്താ ഉണ്ടാക്കണ? പാമ്പാ? പാമ്പല്ല, ഒരു ടെക്നിക്ക് ഉണ്ട്. ടെക്നിക്ക് കണ്ടിട്ട് വേണം. അത് ഇങ്ങനെ കൊണ്ടുവന്ന ഇങ്ങനെ കണ്ട പറ്റിയതായിപ്പോയി, ചെറുതായിപ്പോയി. ഇതില് ശരി, എന്റെ താറാവിന് തലക്കിച്ച് തലയെടുപ്പുണ്ടല്ലോ. കൊമ്പനാനിനെ പോലെ ഉണ്ട് തല. നിന്റെ കുറച്ച് ക്യൂട്ടാണ്. മറിഞ്ഞു വീഴാൻ പോണല്ലോ. കുഴപ്പമില്ല, എന്റെ കുറച്ച് എന്റെ കുറച്ച് ഇതുണ്ടെന്നേ ഉള്ളു, തലയെടുപ്പുണ്ടെന്നേ ഉള്ളു. എന്റെ അത്ര തലയെടുപ്പില്ല.
ഞാൻ മോത് റെയിൻബോ മേഘമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മേഘം ഭയങ്കര ടഫാണ്. ഇല്ല കണ്ട പൊട്ട മേഘം. ഇതില് നിന്റെതില് രണ്ട് നോക്ക് നല്ല പൂച്ചവൻ ചവിട്ടിട്ട് പോയാലുണ്ട്. എന്റെ ഏകദേശം ഒരു മേഘം പോലെ അല്ല അത് സമ്മതിച്ചു. മേഘം നിന്റെ നല്ലത്. റെയിൻബോ ആരുടെ? റെയിൻബോ നിന്റെ കുറച്ച് കേർഡ് ആണ്. എന്റേത് വെച്ച് ഇത്ര കേർഡ് അല്ല. നിന്റത് അതിന്റെ സെന്റർ ഇരിക്കുന്നത് സ്ക്വയർ പോലെയാ. അപ്പൊ 1.5 മേഘത്തിന്റെ നിന്റെ റൗണ്ട് റെയിൻബോ ഉണ്ടാക്കാനാ പറഞ്ഞത്. അതിന്റെ സൈഡിൽ ഒരു രസത്തിനാണ് മേഘത്തിന് വെച്ചിട്ടുള്ളത്. അടുത്ത നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോന്നെ? ലാസ്റ്റ് ഫൈനലായിട്ട് ഒക്ടോബസ്. ശരി, ഒക്ടോബസിൽ ക്യൂട്ട് എൻ്റെ ഇല്ലേ? നിന്റെ ഒരുമാതിരി ട്രാക്കുള കണ്ണൊക്കെ ക്യൂട്ടിപ്പായി നോക്ക്. ഇതാണ് നമ്മുടെ ഇന്നത്തെ കലാപരിപാടി. എൻജോയ്. നമ്മൾ ജയിച്ചിരിക്കുന്നു ഒരുമിച്ച്. നമുക്ക് പോയി നല്ല കിടക്കാച്ചി ബിരിയാണി കഴിക്കാം. കബോൺ പാർക്ക്. പക്ഷെ ഇതിപ്പം ഈ ക്ലൈമറ്റ് കറക്റ്റ് ഇല്ലാത്തോണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ? അല്ലെങ്കിൽ ഇവിടെ കുറെ പൂവൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. പക്ഷെ കൊള്ളാം, തണുപ്പൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് കൊള്ളാം, പക്ഷെ സമ്മറാണ്. ഇന്നലെ പെയ്ത മഴയുടെ ആയിരിക്കും. ആലിപ്പഴം പറക്കാൻ വന്നല്ലേ. ഓ, എങ്ങനെയുണ്ടായിരുന്നു കരിമ്പൻ ജ്യൂസ്? നാട്ടിൽ ഫുള്ള് പറ്റിയില്ല. പകുതി ഗ്ലാസ്സിന് 40 രൂപ. ഇത് ഫുൾ ഗ്ലാസ്സിന് ഒരെണ്ണത്തിൽ 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ടോട്ടൽ 40 റുപ്പീസ്. കൊള്ളായിരുന്നല്ലേ? നല്ല സാധനം. അത് കുടിച്ചപ്പോൾ ഒരു കുളിർമയുണ്ട്.